ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ് CBSEയിലെ ബയോളജിയിലെ ഒരു ചാപ്റ്റർ നോക്കാം. ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ പകുതി പോർഷൻസും ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് ഒരു 2 പേജ് 3 പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള പോർഷൻസ് കുറച്ച് നല്ല തറവായിട്ട് പഠിച്ചാൽ എക്സാമിന് നമുക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഹെറിഡിറ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെൻഡൽസ് എക്സ്പെരിമെൻ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഒരു 5 മാർക്ക് ഇല്ലെങ്കിൽ ഒരു 3 മാർക്ക് ചോദിക്കാം. അപ്പം നമുക്ക് ഇന്ന് അതിനെപ്പറ്റി നോക്കാം. മെൻഡൽസിന്റെ എക്സ്പെരിമെന്റ് എന്നുള്ള ടോപ്പിക്കാണ് മെൻഡൽസ് എക്സ്പെരിമെന്റ്. ഈ മെൻഡൽ എന്ന് പറയുന്നത് ഇയാളുടെ ഈ ജെനറ്റിക്സിന്റെ ഫാദർ ആണ് മെൻഡൽ. ഫാദർ ഓഫ് ജെനറ്റിക്സ് ഈസ് കാൾഡ് മെൻഡൽ എന്ന് പറയാം നമുക്ക്. അപ്പൊ ഇയാൾ വന്നിട്ട് ആ ഒരു ജനറേഷൻസിൽ എങ്ങനെ വേരിയേഷൻസ് വരുന്നു, DNA എങ്ങനെ വേരി ആവുന്നു, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇയാളാണ്. അപ്പൊ ഇയാൾ എങ്ങനെ കണ്ടുപിടിച്ചു, എന്താണ് അയാൾ അതിന് ചെയ്തത്, അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ വന്നിട്ട് ഇയാളുടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഇയാൾ എടുത്ത ഒരു പ്ലാന്റ് എടുത്താണ് ഇയാൾ എക്സ്പെരിമെന്റ് ആദ്യം ചെയ്തത്. അയാൾ എടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റ് ആണ് അയാൾ എടുത്തത്. പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പൈസം സറ്റൈവം. പൈസം സറ്റൈവം ഇതാണ് പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം. ഈ പീ പ്ലാന്റിനെ എടുത്തിട്ട് അയാൾ ഈ ജെനറ്റിക്സിന്റെ വേരിയേഷൻസ് എങ്ങനെ വരുന്നു എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ അയാൾ ഫസ്റ്റ് ആ ഒരു പീ പ്ലാന്റിന്റെ ഹൈറ്റ് ആണ് എടുത്തത്. ഈ പീ പ്ലാന്റ് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പീ പ്ലാന്റിന് നിറയെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ഉണ്ട്. പിന്നെ ഈസി ടു കൾട്ടിവേഷൻ ആണ്, കൾട്ടിവേഷൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെ സെൽഫ് പോളിനേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അത് ആ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ പീ പ്ലാന്റ് എടുക്കാനുള്ള കാരണം. ഇനി ഈ പീ പ്ലാന്റിൽ അയാൾ മെയിൻ ആയിട്ട് ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേനും മെയിൻ 2 ടൈപ്പ് ഓഫ് ഹൈറ്റ് ഉണ്ട്, ടോൾ ഹൈറ്റും ഷോർട്ട് അല്ലെങ്കിൽ നമ്മൾ ഡോർഫ് എന്ന് പറയാം, ടോൾ ആൻഡ് ഡോർഫ്. അപ്പൊ ഒരു ജീനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേനും ജീൻ എപ്പോഴും പെയറായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല, എപ്പോഴും നമ്മൾ ഡബിൾ ലെറ്റർ യൂസ് ചെയ്യുക. അപ്പൊ ടോളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ക്യാപിറ്റൽ ടി എടുത്തു. അതേപോലെ ഡോർഫിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ടി എടുത്തു. ക്യാപിറ്റൽ ടി ടോള്, സ്മോൾ ടി ഡോർഫ്. ഇത് രണ്ടിനെയും കൂടെ ഇയാൾ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പം അയാൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ എടുക്കുക, ഫസ്റ്റ് എടുക്കുക, ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോഴത്തേനും ക്യാപിറ്റൽ ടി സ്മോൾ ടി, വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേനും ടോട്ടൽ 4 എണ്ണം കിട്ടും. അപ്പൊ ഇതില് എല്ലാത്തിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് അല്ലെ. ക്യാപിറ്റൽ ലെറ്ററിനെ നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയും. ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡോമിനന്റ് ക്യാരക്ടർ, അപ്പൊ ഇതിൽ ആ ഒരു സ്മോൾ ലെറ്റർ ഇരുന്നാലും സ്മോൾ ലെറ്റർ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഈ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫീനോടൈപ്പ് എന്ന് പറയും. ഫീനോടൈപ്പ്, ദ ക്യാരക്ടേഴ്സ് വിച്ച് ആർ എക്സ്പ്രസബിൾ ഈസ് കാൾഡ് ഫീനോടൈപ്പ്. അതേപോലെ ഇതിലെ ജെനറ്റിക്സ്, ജീൻസിന്റെ വേരിയേഷൻസ് ഇരുന്നാൽ അതിനെ പറയുന്ന പേരാണ് ജീനോടൈപ്പ് എന്ന് പറയും. ഫിസിക്കൽ അപ്പിയറും ജനറ്റിക്കൽ അപ്പിയറൻസിനെ പറയുന്ന പേരാണ് ഫീനോടൈപ്പ്, ജീനോടൈപ്പ് എന്ന് പറയും. അപ്പൊ ഇതില് ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഇരുന്നാൽ ആ ക്യാപിറ്റൽ ലെറ്ററിന്റെ ക്യാരക്ടർ ആയിരിക്കും അത് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ഇത് കൺഫേം ആയിട്ട് ടോൾ ആയിരിക്കും. ഇതിലും അറ്റ്ലീസ്റ്റ് ഒരു ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് ഇതും ടോള്. ഓക്കെ. അപ്പൊ ഇത് ഫുൾ വന്നിട്ട് നമുക്ക് ടോൾ പ്ലാന്റ് ആണ് കിട്ടും. പക്ഷെ നമ്മളിപ്പോ ക്രോസ് ചെയ്തത് ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും എടുത്താണ് നമ്മൾ ക്രോസ് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഫുള്ള ടോൾ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതാണ് ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൽ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ ജനറ്റിക്കൽ ക്യാരക്ടേഴ്സ്, അത് നമുക്ക് F2 ജനറേഷനിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ജനറേഷൻ, ഇത് ഇയാൾ ഫസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു ജനറേഷനെ പറയുന്ന പേരാണ് F1 ജനറേഷൻ എന്ന് പറയും. അപ്പൊ എക്സാമിന് മെൻഡൽസിന്റെ F1 ജനറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇതെടുക്കുക, ക്രോസിങ് ചെയ്യുന്നതെല്ലാം കാണിക്കുക. അപ്പൊ ഈ ഒരു ജനറേഷനെ പറയുന്ന പേരാണ് F1 ജനറേഷൻ. ഓക്കെ. ഇനി അടുത്ത F1 ജനറേഷനിൽ എന്താണോ കിട്ടിയത് ആ പ്രോഡക്റ്റിനെ എടുത്ത് വെച്ചിട്ട് അയാൾ F2 ജനറേഷനും കണ്ടുപിടിച്ചു.
അപ്പൊ F1 ജനറേഷനിൽ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിനെ എടുത്തിട്ട് അയാൾ F2 ജനറേഷൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നോക്കാം. അപ്പൊ F1 ജനറേഷനിൽ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് രണ്ടും നമ്മൾ എടുക്കണം. F1 ജനറേഷനിൽ കിട്ടിയ പ്രോഡക്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് രണ്ടിനെ എടുത്തിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി സ്മോൾ ടി, ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ നോക്കുമ്പോഴത്തേനും ഇതില് ക്യാപിറ്റൽ ടി ഉണ്ട് അല്ലെ, ഒരു ക്യാപിറ്റൽ ഒന്നല്ല രണ്ടുമേ ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ഇതൊന്ന് കൺഫേം ആയിട്ട് ടോൾ ആണ്. ഇതിൽ ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി, അപ്പൊ ഇതും ആ ഒരു ക്യാപിറ്റൽ ലെറ്ററിന്റെ ഡോമിനന്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഇതും ടോള്, ഇതും ടോൾ ആയിരിക്കും. ഇതിൽ രണ്ട് സ്മോൾ ടി, അപ്പൊ ക്യാപിറ്റൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ട് സ്മോൾ ആയതുകൊണ്ട് ഇത് വന്നിട്ട് ഡോർഫ് ആയിരിക്കും അല്ലെ. അപ്പൊ 3 ടോളും ഒരു ഡോർഫും കിട്ടി. അപ്പൊ ഇതിലെ ഫിനോടൈപ്പിക് റേഷ്യോ മൂന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ. ഈ ടോളും ഈ ഡോർഫും നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ പറഞ്ഞാല് 3:1 ആയിരിക്കും ഇതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ. 1, 2, 3 ടോളും ഒരു ഡോർഫും ഉള്ളത് കൊണ്ട് 3:1 ആയിരിക്കും അതിന്റെ ഫിനോടൈപ്പിക് റേഷ്യോ. അതേപോലെ അതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത് കേട്ടാല് നോക്കുക. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, വേറെ എവിടെയെങ്കിലും ക്യാപിറ്റൽ ടി ഉണ്ടോ നോക്കുക, ഇല്ല. അപ്പൊ ഒരേ ഒരു ക്യാപിറ്റൽ ടി മാത്രമേ ഉള്ളൂ, അതിനെ 1 എഴുതി. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി നോക്കുക. ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. അപ്പൊ അത് 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് 2 പ്രാവശ്യം ഞാൻ എഴുതി. ഇനി സ്മോൾ ടി ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്കതിനെ 1:2:1 എന്ന് എഴുതാം. ഈ 1:2:1 ആണ് ജീനോടിപ്പിക് റേഷ്യോ നമുക്ക് പറയുന്നത്. ഇത് ഫിനോടിപ്പിക് റേഷ്യോ, ഇത് വന്നിട്ട് ജീനോടിപ്പിക് റേഷ്യോ. ഓക്കെ. അപ്പൊ അയാൾ ഈ ഒരു ജനറേഷനെ പറയുന്ന പേരാണ് F2 ജനറേഷൻ എന്ന് പറയാം. F2 ജനറേഷൻ. അപ്പൊ അയാള് ഫസ്റ്റ് ഹൈറ്റ് എടുത്ത് ക്രോസ് ചെയ്തിട്ട് F1 ജനറേഷൻ കിട്ടി. F1 ജനറേഷനിൽ എന്താ പ്രോഡക്റ്റ് ആണോ കിട്ടിയത് അതിന് വീണ്ടും ക്രോസ് ചെയ്തപ്പോൾ അയാൾക്ക് F2 ജനറേഷൻ കിട്ടി. ഇങ്ങനെയാണ് മെന്റൽസ് വന്നിട്ട് ഈ ഒരു ക്രോസിങ് ചെയ്തതും ആ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെ മാറുന്നു, DNA ക്യാരക്ടേഴ്സ് എങ്ങനെ മാറുന്നു, എങ്ങനെ വേരിയേഷൻസ് എല്ലാം ചേഞ്ച് ആകുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പൊ ഇത് എക്സാമിന് പഠിച്ചിട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.